സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ ചെയർ. ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകണമെന്ന് ചെയർ ജഗദാംബിക പാൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പി ആർ സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കുകയാണോ? ഇപ്പോൾ സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. സ്മൃതി, ഇന്ന് സഭയുടെ അജണ്ടയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിയ വിഷയമാണ്. ഏതായാലും ഇന്ന് അല്പസമയം മുമ്പ് ചെയറിലുണ്ടായിരുന്നത് ജഗദാംബിക പാലാണ്. സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാവുകയും പിന്നീട് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകണം എന്ന് ചെയർ ജഗദാംബിക പാൽ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിപക്ഷം അതിന് തയ്യാറായില്ല. പ്രധാനപ്പെട്ട കാരണം എന്നത് ആദ്യത്തെ വിഷയമായി ഇന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷം എടുക്കണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണം. അമേരിക്കയാണോ എവിടെ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങണം എന്ന കാര്യം തീരുമാനിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഏതായാലും ഇതേ തുടർന്ന് വലിയ ബഹളമായിരുന്നു ലോക്സഭ കണ്ടത്. ബഹളത്തെ തുടർന്നാണ് ലോക്സഭാ നടപടികൾ ഇപ്പോൾ 3 മണിവരെ നിർത്തിവച്ചിരിക്കുന്നത്. 3 മണിക്ക് ഇനിയിപ്പോൾ സഭ സമ്മേളിക്കുമ്പോഴും സമാനമായ നീക്കം പ്രതിപക്ഷം നടത്തുകയാണെങ്കിൽ ഉറപ്പായും ഇന്ന് ഈ സ്പീക്കറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസിന്മേൽ ലോക്സഭയിൽ ചർച്ച നടക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും കേന്ദ്ര വിദേശകാര്യമന്ത്രി പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ ചർച്ച തന്നെ സഭയിൽ നടത്തണം എന്നതാണ് 2 സഭയിലും ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ലോക്സഭയിൽ വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയത്. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.